GHCയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GDA ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്ന കോഴ്സിന്റെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് കരുതുന്നു. ക്ലാസ്സുകളെല്ലാം കേട്ട് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് യൂണിറ്റ് 4 ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി ആൻഡ് ന്യൂട്രീഷൻ എന്നൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ്. അതിനാൽ ആ ടോപ്പിക്കുകൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി. Anatomy is the study of structure of human body. Physiology is the study of functional activities of human body. Anatomy എന്നാൽ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനവും ഫിസിയോളജി എന്നാൽ ശരീരത്തിലെ പല അവയവങ്ങളും നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ചുള്ള പഠനവുമാണ്. A cell is defined as a structural and functional unit of life which is capable of independent existence and self-multiplication. കോശം ഘടകമാണ് സ്വയം നിലനിൽക്കാനും വിഭജിക്കുവാനും കഴിവുള്ള ഘടകം. Tissues are group of cells specially organized to perform specific functions. കലകൾ എന്നാൽ ഒരു കോശങ്ങളുടെ കൂട്ടമാണ്, ഒരേ ധർമ്മം ചെയ്യുന്ന കോശങ്ങളുടെ കൂട്ടം. Types of tissues. There are 4 kinds of tissues: epithelial tissue, muscular tissue, nervous tissue, and connective tissue. Blood, bone, and cartilage are examples for connective tissue. Systems of human body. Human body is made up of 9 systems: circulatory, respiratory, skeletal, muscular, digestive, excretory, nervous, endocrine, and reproductive system. Circulatory system, cardiovascular system consists of heart and a network of blood vessels. ഹൃദയവും രക്തക്കൊഴലുകളും ചേർന്നാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ഹൃദയത്തിന് നടുക്കായി സെപ്റ്റം ഉണ്ട്. അങ്ങനെ ഹൃദയത്തെ വലതെന്നും ഇടതെന്നും വിഭജിച്ചിരിക്കുന്നു. വീണ്ടും ഹൃദയത്തിനെ 2 അറകളായി തിരിച്ചിരിക്കുന്നു. റൈറ്റ് ഏട്രിയം എന്നും റൈറ്റ് വെൻട്രിക്കിൾ എന്നും, ഇടതുവശത്ത് ലെഫ്റ്റ് ഏട്രിയം എന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നും. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനിടയിലായി ട്രൈകസ്പിഡ് വാൽവും ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനിടയിലായി ബൈകസ്പിഡ് വാൽവും ആണുള്ളത്. ഹൃദയത്തിലേക്ക് വരുന്ന രക്തക്കൊഴലുകൾ ഏതെന്ന് നോക്കാം. സുപ്പീരിയർ വേനക്കാവ, ഇൻഫീരിയർ വേനക്കാവ, പൾമിനറി വെയിൻ. സുപ്പീരിയർ വേനക്കാവ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള അശുദ്ധരക്തത്തെയും, ഇൻഫീരിയർ വേനക്കാവ ശരീരത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള അശുദ്ധരക്തത്തെയും റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. പൾമിനറി വെയിൻ എന്നാൽ ശുദ്ധമായ രക്തത്തെ ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തക്കൊഴലുകൾ പൾമിനറി ആർട്ടറിയും അയോർട്ടയുമാണ്. പൾമിനറി ആർട്ടറി ശുദ്ധരക്തത്തെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോവുകയും അയോർട്ട ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധമായ രക്തത്തെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പൾമിനറി ആർട്ടറി ശരീരത്തിലെ ഏക ആർട്ടറിയാണ് അശുദ്ധരക്തം ക്യാരി ചെയ്യുന്നത്. അതുപോലെ പൾമിനറി വെയിൻ ശുദ്ധമായ രക്തത്തെ ക്യാരി ചെയ്യുന്ന ഏക വെയിനുമാണ്. പൾമിനറി ആർട്ടറിയിൽ പൾമിനറി സെമിലൂണർ വാൽവും അയോർട്ടയിൽ അയോർട്ടിക് സെമിലൂണർ വാൽവും ആണ് ഉള്ളത്. ടൈപ്സ് ഓഫ് സർക്കുലേഷൻ, systemic circulation and pulmonary circulation. Systemic circulation: in this, blood moves between the heart and the rest of the body. It sends oxygenated blood out to cells and returns deoxygenated blood to the heart. Systemic circulation ഹൃദയത്തിൽ നിന്നുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയും അവിടെ കോശങ്ങൾക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നൽകി ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. Pulmonary circulation: in this, blood moves between the heart and the lungs. It transports deoxygenated blood to the lungs to absorb oxygen and release carbon dioxide. The oxygenated blood then flows back to the heart. Pulmonary circulation ഹൃദയത്തിൽ നിന്നുള്ള അശുദ്ധരക്തത്തെ ലങ്സിൽ കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ വാങ്ങി തിരിച്ച് ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുന്നു. Cardiac cycle. There are 4 main events which takes place in a cardiac cycle: atrial systole, atrial diastole, ventricular systole, and ventricular diastole. Atrial systole എന്നാൽ ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷനും
ഏട്രിയൽ ഡയസ്റ്റോൾ എന്നാൽ ഏട്രിയത്തിൻ്റെ റിലാക്സേഷനുമാണ്. വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നാൽ വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷനും വെൻട്രിക്കുലർ ഡയസ്റ്റോൾ എന്നാൽ വെൻട്രിക്കിളിൻ്റെ റിലാക്സേഷനും ആണ്. ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാൽ ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ആ കിട്ടുന്ന റെക്കോർഡിനാണ് ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ പല രോഗങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇലക്ട്രോകാർഡിയോഗ്രാം സഹായിക്കുന്നു. പൾസ് എന്നാൽ അല്ലെങ്കിൽ നാഡിമിടിപ്പ് എന്നാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ alternate expansion and recoil of an artery. Normal pulse rate 72 per minute. Blood pressure is the pressure exerted by the blood against the walls of blood vessels, measured by an instrument called sphygmomanometer. Average BP is 120 by 80 millimeter of mercury. Disorders of cardiovascular system. Coronary artery disease, heart failure, hypertension, angina pectoris, myocardial infarction. Blood. Blood is a fluid connective tissue. Total blood volume in an adult is 5 to 6 liters. pH of blood is 7.4, that is slightly alkaline. രക്തം എന്നാൽ ഒരു ദ്രാവകാവസ്ഥയിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ടോട്ടൽ ബ്ലഡ് വോളിയം ഒരു പ്രായപൂർത്തിയായാൽ 5 to 6 ലിറ്റർ ആണ്. രക്തത്തിൻ്റെ pH എന്നാൽ 7.4 ആണ്, അതായത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ഈ കോമ്പണൻസ് ഓഫ് ബ്ലഡ് എന്താണെന്ന് നോക്കാം. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഇറ്റ് ഈസ് 55% ഫ്ലൂയിഡ് പാർട്ടാണ്. ഫോംഡ് എലമെൻറ്റ്സ് ഇറ്റ്സ് 45%. ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാസ്മ എന്നും ഫോംഡ് എലമെൻറ്റ്സ് ഉള്ളത് എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് എന്നാൽ റെഡ് ബ്ലഡ് സെൽസ്, ലൂക്കോസൈറ്റ്സ് വൈറ്റ് ബ്ലഡ് സെൽസ്, ത്രോംബോസൈറ്റ്സ് എന്നാൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. Functions of blood: transport of nutrients, transport of waste products, transport of respiratory gases, that means carbon dioxide and oxygen, transport of hormones, regulation of body temperature, defense mechanism, regulation of water balance, acid-base balance and ion balance. Red blood cells, white blood cells and platelets. ഓരോന്നിൻ്റെ പ്രത്യേകതകൾ നോക്കാം. Red blood cells, non-nucleated cell. Red pigment called hemoglobin in the cytoplasm gives red color to the blood. Red blood cells in the normal count 4.5 to 6 million per cubic millimeter. Lifespan 120 days. Normal hemoglobin concentration 14 to 18 gram percentage in men, 12 to 16 gram percentage in women. Major role of RBC is oxygen transport. White blood cells, നോക്കാം. They are nucleated cell. Types of WBCs: neutrophils, eosinophils, basophils, lymphocytes and monocytes. Total count 4,000 to 11,000 per cubic millimeter of blood. Lifespan 13 to 20 days. Major role: defense mechanism. Platelets, they are very small. Total count 2.5 lakhs to 4.5 lakhs per cubic millimeter. Lifespan 3 to 5 days. Major role: formation of clot. Blood groups. Major blood groups are AB and O. Blood group A യിൽ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി ബിയും ആണ്. ബ്ലഡ് ഗ്രൂപ്പ് ബിയിൽ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി എയും ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എ ബിയിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ട്, ആൻറ്റിബോഡി ഇല്ല. ബ്ലഡ് ഗ്രൂപ്പ് ഒയിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി എയും ബിയും ഉണ്ട്. ഗ്രൂപ്പ് ഒ എ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ ആൻഡ് ഗ്രൂപ്പ് എ ബി ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ഈ കോമൺ ബ്ലഡ് ഡിസോർഡേഴ്സ് നോക്കാം. അനീമിയ, ഹിമോഫീലിയ, ലുക്കീമിയ, thrombocytopenia and erythroblastosis fetalis. Respiratory system. Major parts of respiratory tract are the airway, the lungs and the muscles of respiration. Airway includes the nose, mouth, pharynx, larynx, trachea, bronchi and bronchioles.
ഇപ്പോൾ പറഞ്ഞ അവയവങ്ങളെല്ലാം എയറും അതുപോലെ ലങ്സും തമ്മിലുള്ള എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന അവയവമാണ്. These organs carries air between the lungs and the body's exterior. Through lungs, oxygen passes into the body and carbon dioxide out of the body. ലങ്സിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിനുള്ളിലേക്ക് വരുന്നതും ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും. The muscles of respiration are diaphragm and intercostal muscles. External respiration. This is the movement of oxygen from the air into the blood and the movement of carbon dioxide from the blood into the air. External respiration സംഭവിക്കുന്നത് വായുവിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് വരികയും ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വായുവിലേക്ക് വിടുന്നതുമാണ്. Internal respiration. This is the diffusion of oxygen into the tissues and the diffusion of carbon dioxide into the blood. Internal respiration രക്തത്തിലുള്ള ഓക്സിജനെ കലകളിലേക്ക് കൊടുക്കുകയും കലകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ രക്തത്തിലേക്ക് വാങ്ങുകയും ചെയ്യുന്നു. Mechanism of respiration. This includes inspiration, expiration and a pause. Inspiration is the process of breathing in by which air is brought into the lungs, and expiration is the process of breathing out or expulsion of air from the lungs after the exchange of gases in the lungs. Inspiration എന്നാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അതായത് ലങ്സിലേക്ക് എയറിനെ കൊണ്ടുവരുന്നതാണ് ഇൻസ്പിരേഷൻ. എക്സ്പിരേഷൻ എന്നാൽ ശ്വാസകോശത്തിലുള്ള വായുവിനെ പുറത്തേക്ക് കളയുന്നതാണ് എക്സ്പിരേഷൻ. Disorders of respiratory system, asthma and emphysema. Skeletal system. Skeleton is the framework of the body. Functions: supports soft tissues of body, gives erect posture, shape and form to body, helps in locomotion and gives site of attachment to muscles and ligaments, supports and transmits weight of body, protects vital organs, acts as a storehouse of calcium, helps in formation of RBC in marrow. Skeleton എന്നാൽ ശരീരത്തിന് ഷേപ്പ് നൽകുന്ന ഒരു ഫ്രെയിംവർക്കാണ്. സ്കെലിറ്റന്റെ ധർമ്മങ്ങൾ സോഫ്റ്റ് ടിഷ്യൂവിന് സപ്പോർട്ട് നൽകുന്നു, ശരീരത്തിന് പോസ്ചർ നൽകുന്നു, ഷേപ്പ് നൽകുന്നു, അതുപോലെ ചലനത്തിന് സഹായിക്കുന്നത് കൂടാതെ മസിൽസിനും ലിഗമെന്റ്സിനും അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലം നൽകുന്നു. ബോഡിയുടെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു, പ്രധാനപ്പെട്ട അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാൽഷ്യത്തിൻ്റെ ഒരു സ്റ്റോർ ഹൗസാണ് സ്കെലിറ്റൻ. അതുപോലെ RBC ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. Total 206 bones are there in our body. Skeletal system. Skeleton is the framework of the body. Functions: supports soft tissues of body, gives erect posture, shape and form to body, helps in locomotion and gives site of attachment to muscles and ligaments, supports and transmits weight of body, protects vital organs, acts as a storehouse of calcium, helps in formation of RBC in marrow. സ്കെലിറ്റൺ എന്നാൽ ശരീരത്തിൻ്റെ ഫ്രെയിംവർക്കാണ്. ഫങ്ഷൻസ്: സോഫ്റ്റ് ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ശരീരത്തിന് ഷേപ്പ് നൽകുന്നു, ചലനത്തിന് സഹായിക്കുന്നു, കൂടാതെ മസിൽസും ലിഗമെന്റ്സും അറ്റാച്ച് ചെയ്യാനുള്ളൊരു സൈറ്റ് നൽകുന്നു, ബോഡി വെയ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു, വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിൻ, ഹാർട്ട്, ലങ്സ് മുതലായ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാൽഷ്യത്തിൻ്റെ സ്റ്റോർ ഹൗസാണ്. RBC ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. Total 206 bones are there in our body. Skeleton is divided into axial skeleton and appendicular skeleton. Axial skeleton bones lies along the central axis of body. Appendicular skeleton bones forming limbs and their girdles. Axial skeleton എന്നാൽ ശരീരത്തിലെ സെൻട്രൽ ആക്സിസിനോട് ചേർന്ന് കിടക്കുന്ന ബോൺസ് ആണ്. സ്കൾ, റിബ്സ്, സ്റ്റേർണം, വെർട്ടിബ്രേ. അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ എന്നാൽ സെൻട്രൽ ആക്സിസിനോട് അകന്ന്
കിടക്കുന്ന, അതായത് കൈകളുടെയും കാലുകളുടെയും ജോയിൻറ്റുകളാണ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ. ഹ്യൂമൻ സ്കെലിറ്റൺ, ആക്സിയൽ സ്കെലിറ്റൻ്റെയും അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ്റെയും ബോൺസ് എല്ലാം നമുക്ക് ഈ പിക്ചറിൽ കാണാം. ക്ലാവിക്കിൾ, സ്കാപ്പുല ചേർന്ന് ഷോൾഡർ ഗേർഡിൽ ഉണ്ടാകുന്നു. കൈകളുടെ എല്ലുകളായ ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ്. അതുപോലെ പെൽവിക് ഗേർഡിൽ എന്ന് പറയുമ്പോൾ നോമിനേറ്റ് ബോൺസും സീക്രം, ഫീമർ, പെറ്റല്ല, ടിബിയ, ഫിബുല, ടാഴ്സൽസ്, മെറ്റാടാഴ്സൽസ്, ഫാലഞ്ചസ്. ആക്സിയൽ സ്കെലിറ്റൺ, സ്കള്ളിൽ 8 ബോൺസ് ഉണ്ട്. സ്റ്റേർണം, പിന്നെ റിബ്സ്, 12 പെയേഴ്സ് ഓഫ് റിബ്സ് ഉണ്ട്. വെർട്ടിബ്രൽ കോളം 33 ബോൺസ്. അപ്പെൻഡിക്കുലർ സ്കെലിറ്റണിലെ ഷോൾഡർ ഗേർഡിൽ ക്ലാവിക്കിളും സ്കാപ്പുലയും ഉണ്ട്. ബോൺസ് ഓഫ് അപ്പർ ലിംബ്, ഹ്യൂമറസ് 1, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, phalanges. Appendicular skeleton, lower part of the body, pelvic girdle, innominate bones, sacrum, coccyx. Bones of lower limb, femur, tibia, fibula, patella, tarsals, metatarsals, and phalanges. Joints of skeleton: fibrous joint, cartilaginous joints, and synovial joints. Fibrous joints are immovable joints. Cartilaginous joints are slightly movable joints. Synovial joints are freely movable joints. Types of synovial joints: ball and socket joint, hinge joint, pivot joint, gliding joint, condyloid joint, and saddle joint. Important muscles of body: deltoid muscle, biceps, triceps, quadriceps, vastus lateralis, and gluteal muscle. Disorders of muscular and skeletal systems: myasthenia gravis, muscular dystrophy, tetany, arthritis, osteoporosis, and gout. The digestive system. Organs of digestive system: mouth, pharynx, esophagus, stomach, small intestine, large intestine, liver, gallbladder, and pancreas. Mouth, partial digestion takes place. In pharynx is common for digestive and respiratory tract. Esophagus, food is moved to stomach by peristalsis. Stomach, it is a dilatable pouch. Digestion takes place in the stomach. Small intestine, complete digestion and absorption takes place. Large intestine reabsorbs water, storing and expelling the waste. Liver is the largest gland in the body, produces bile which helps in fat digestion and absorption. Gallbladder stores bile produced by liver. Pancreas produces pancreatic juice and hormones like insulin and glucagon. മൗത്ത്, അതായത് വായിലാണ് പാർഷ്യൽ ഡൈജഷൻ നടക്കുന്നത്. ഫാരിങ്സ് എന്നാൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനും റെസ്പിറേറ്ററി ട്രാക്റ്റിനും കോമൺ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഈസോഫാഗസിൽ ആഹാരം പെരിസ്റ്റാൾസിസ് വഴി സ്റ്റൊമക്കിലേക്ക് കടത്തിവിടുന്നു. സ്റ്റൊമക്ക് അതൊരു ഡയലേറ്റബിൾ ആയിട്ടുള്ള ബാഗ് പോലെയാണ്. ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് ഡൈജഷനും അതുപോലെ അബ്സോർപ്ഷനും നടക്കുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നു, കൂടാതെ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നു, സമയാസമയങ്ങളിൽ പുറന്തള്ളുന്നു. ലിവർ എന്നാൽ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ഫാറ്റ് ഡൈജഷനും അബ്സോർപ്ഷനും സഹായിക്കുന്നു. ഗോൾ ബ്ലാഡറിലാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടാതെ ഹോർമോണുകളായ ഇൻസുലിനും ഗ്ലൂക്കാഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. Disorders of digestive system: anorexia, nausea, vomiting, hiccups, appendicitis, constipation, diarrhea, melena, and jaundice. Urinary system: kidney, ureter, urinary bladder, and urethra are the organs of urinary system. Kidney. Nephron is the basic structural and functional unit of kidney. Main function is the formation and excretion of urine.
കിഡ്നിയുടെ ധർമ്മം എന്നാൽ യൂറിൻ ഫോം ചെയ്യുക എന്നുള്ളതും അത് പുറന്തള്ളുക എന്നുള്ളതുമാണ്. നെഫ്രോണാണ് കിഡ്നിയുടെ അടിസ്ഥാന ഘടകം. യൂറീറ്റേഴ്സ് പ്രൊപ്പൽ യൂറിൻ ഫ്രം ദ കിഡ്നി ടു ദ യൂറിനറി ബ്ലാഡർ. യൂറീറ്റേഴ്സ് കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്നു. Urinary bladder collects urine from the kidneys before disposal by urination. Urinary bladder കിഡ്നി ഫോം ചെയ്യുന്ന യൂറിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. യൂറിത്ര ഇറ്റ് കണക്ട്സ് ദ യൂറിനറി ബ്ലാഡർ ടു ദ യൂറിനറി മീറ്റസ് വിച്ച് ക്യാരീസ് യൂറിൻ ഔട്ട് ഓഫ് ദ ബോഡി. യൂറിത്ര യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന യൂറിനെ സമയാസമയങ്ങളിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നു. Disorders of urinary system: anuria, oliguria, polyuria, dysuria, hematuria, proteinuria, and glycosuria. Next, nervous system. Nervous system. This system controls and coordinates the body activities, conducts the information and responses to stimuli. Nervous system is divided into central nervous system and peripheral nervous system. Central nervous system consists of brain and spinal cord. Peripheral nervous system consists of ganglion and nerves. Neuron is the basic structural and functional unit of nervous system. Neuron ആണ് nervous systemത്തിന്റെ ഘടനാപരമായും ധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടകം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ച് നോക്കാം. മെനിഞ്ചസ് is the covering of brain. Cerebrospinal fluid is filled in the meninges. ബ്രെയിനിന്റെ ആവരണമാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ കവർ ലെയറിൻ്റെ ഉള്ളിലായിട്ട് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകം ഉണ്ട്. Parts of brain and its functions: cerebrum, intelligence, judgment, memory, learning, thinking. Thalamus, relay station for sensory and motor impulses. Hypothalamus regulates temperature, thirst, hunger and emotions, controls sleep, BP, heart rate, etc. Cerebellum coordinates muscular activity and equilibrium. Pons varoli coordinates the activity of eye and ear and regulates respiration. Medulla oblongata controls respiration, cardiovascular reflexes, gastric secretions, peristalsis, etc. Controls salivation, vomiting, sneezing and coughing. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിൻ്റെ ധർമ്മങ്ങൾ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നതാണ്. സെറിബ്രം ഇൻ്റലിജൻസും ജഡ്ജ്മെൻറ്റും മെമ്മറിയൊക്കെ. തലാമസ് സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ ദാഹം, വിശപ്പ്, നമ്മുടെ വികാരങ്ങൾ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സെറിബെല്ലം മസ്കുലർ ആക്ടിവിറ്റി ഇക്വിലിബ്രിയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പോൺസ് കണ്ണിൻ്റെയും ചെവിയുടെയും പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നു. റെഗുലേറ്റ്സ് റെസ്പിറേഷൻ ഓൾസോ. മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾസ് റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ, അതുപോലെ പെരിസ്റ്റാൾസിസിനെ കൺട്രോൾ ചെയ്യുന്നു. സലൈവേഷൻ, വോമിറ്റിംഗ്, സ്നീസിങ്, കോഫിങ്ങിനെയൊക്കെ മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നു. Spinal cord. It is enclosed within the spinal canal of vertebral column. It conducts impulses to and from the brain and is the center of spinal reflexes. Spinal cord സ്പൈനൽ കനാലിൻ്റെ ഉള്ളിൽ, അതായത് വെർട്ടിബ്രൽ കോളത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോവുകയും ബ്രെയിനിൽ നിന്ന് മെസ്സേജസിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം: ഹൈഡ്രോസെഫാലസ്, dementia, meningitis,
straw. Endocrine system made up of glands secrete hormones into the blood or surrounding tissues. Endocrine system എന്നാൽ ഒരു കൂട്ടം ഗ്രന്ഥികളാണ് അന്തസ്രാവ ഗ്രന്ഥികൾ. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് വിടുന്നു. ഏതൊക്കെയാണ് അന്തസ്രാവ ഗ്രന്ഥികൾ എന്ന് നോക്കാം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, pineal gland, thyroid and parathyroid glands, thymus gland, pancreas, adrenal glands, testis in male and ovary in female. First one is hypothalamus. It is located in the brain below the thalamus. The hormones secreted by hypothalamus are antidiuretic hormone and oxytocin. But these hormones are stored and released by pituitary gland. Hypothalamus ബ്രെയിനിൽ തലാമസിൻ്റെ അടിയിലായി കാണപ്പെടുന്നു. ഹോർമോണുകൾ ആൻറ്റിഡയറോട്ടിക് ഹോർമോണും ഓക്സിറ്റോസിനുമാണ്. ഇത് സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. നെക്സ്റ്റ് വൺ ഇസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഹോർമോണുകൾ പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപ്പിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, follicle stimulating hormone, vasopressin and oxytocin. Third one is thyroid gland. It is located in front of the trachea in the neck. കഴുത്തിൽ ട്രക്കിയയുടെ മുമ്പിലായി കാണപ്പെടുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ്. ഹോർമോൺസ് നോക്കാം. തൈറോക്സിൻ, ട്രൈ ഐഡോ തൈറോണിൻ, കാൽസിറ്റോണിൻ. Fourth one is parathyroid gland. It is located behind the thyroid. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറകിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഹോർമോൺസ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഫിഫ്ത്ത് വൺ ഇസ് അഡ്രിനൽ ഗ്ലാൻഡ് ഓർ സൂപ്രാറീനൽ ഗ്ലാൻഡ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ അപ്പർ പോൾ ഓഫ് ഈച്ച് കിഡ്നി. കിഡ്നിയുടെ മുകളിലായി ഒരു തൊപ്പി പോലെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് കാണുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് again divided into two glands, adrenal cortex and adrenal medulla. The outer part is adrenal cortex, which produces glucocorticoids, mineralocorticoids, sex hormone, androgen. Inner part adrenal medulla produces epinephrine or adrenaline and norepinephrine or noradrenaline. Sixth one is pancreas. It is located behind the stomach. ആമാശയത്തിൻ്റെ പുറകിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശങ്ങൾ ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ഇൻസുലിൻ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. Pineal gland. It is located in the brain. Hormone produced by pineal gland is melatonin. Next one is thymus gland. It is located behind the sternum but in front of the heart. Thymus gland സ്റ്റേർണത്തിൻ്റെ ബാക്കിലായിട്ട് ഹൃദയത്തിന് മുൻപിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. ലാർജ് ഇൻ യങ് ചിൽഡ്രൻ ഗ്രാജുവലി ഷ്രിങ്സ് വിത്ത് ഏജ്. കൊച്ചുകുട്ടികൾ ഇത് വലുതാണെങ്കിലും പ്രായം കൂടുന്തോറും ഇത് ചുരുങ്ങിപ്പോകുന്നു. ഹോർമോൺ തൈമോസിൻ. ഇമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ്. In males it is testis and in females it is ovaries. റിപ്രൊഡക്റ്റീവ് ഗ്രന്ഥികൾ ആണുങ്ങളിൽ ഇത് ടെസ്റ്റിസും സ്ത്രീകളിൽ ഇത് ഓവറീസുമാണ്. ഹോർമോൺ secreted by male reproductive gland is testosterone and female reproductive gland is progesterone and estrogen. Disorders of endocrine system: hypothyroidism, hyperthyroidism, Cushing syndrome, Addison's disease, diabetes mellitus, gigantism, dwarfism, diabetes insipidus. Reproductive system: male and female reproductive system. Male reproductive system, female reproductive system അവയവങ്ങൾ ചിത്രത്തിൽ കാണാവുന്നതാണ്. മെയിൽ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെമൈനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, വാസ് ഡിഫറൻസ്, ടെസ്റ്റിക്കിൾ, എപ്പിഡിഡൈമിസ്, urethra, penis. ഫീമെയിൽ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, ഓവറി,
cervix, vagina, fimbriae. Organs of male reproductive system: scrotum, paired testis which produces sperms and testosterone, accessory ducts, epididymis and vas deferens, accessory glands, prostate glands and bulbourethral gland, and penis. Organs of female reproductive system: paired ovaries which produce ova and ovarian hormones estrogen and progesterone, accessory ducts, two fallopian tubes, a uterus and vagina. External genitalia: mons pubis, labia majora, labia minora, clitoris and vestibule. Ovulation: it is the process of formation and maturation of one of ovum. Ovulation എന്നാൽ ഒരു ഓവം വളർച്ച പൂർത്തിയായി പുറത്തു വരുന്ന പ്രോസസ്സാണ്. Menstruation is the cyclic event starting from one menstruation till the next that takes place during the reproductive period of a woman's life. Its duration is 28 or 29 days. ആർത്തവം എന്നാൽ ഒരു സ്ത്രീയുടെ റിപ്രൊഡക്റ്റീവ് പീരീഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. 28 ദിവസം 29 ദിവസം കൂടുമ്പോഴാണ് ആർത്തവം നടക്കുന്നത്. Terms related to reproductive system: amenorrhea, dysmenorrhea, menorrhagia, menopause and infertility.